വെറും 15 മിനിറ്റ് കൊണ്ട് നമുക്ക് അയിലക്കുഞ്ഞ് മുളകിട്ട് നല്ല ടേസ്റ്റുള്ള കറി എങ്ങനെ വെക്കാമെന്ന് നോക്കാം. അതിനായിട്ട് 1 കിലോ അയിലക്കുഞ്ഞിനെ നന്നാക്കി കഴുകി വൃത്തിയാക്കി എടുത്തത്. അതിലേക്ക് ചേർക്കുന്നതിനായി 5 സവാള, 1 കഷ്ണം ഇഞ്ചി, 6 പച്ചമുളക്, 8 അല്ലി വെളുത്തുള്ളി ഇവയെല്ലാം കൂടെ അരിഞ്ഞ് റെഡിയാക്കി വെക്കുക. 4 തക്കാളി കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മൺചട്ടി ഗ്യാസിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ, 1 ടീസ്പൂൺ ഉലുവ പൊട്ടിച്ച് എടുക്കാം. ഉലുവ ഇട്ട് നല്ലപോലെ പൊട്ടി വരുന്നതിന് ശേഷം അതിനകത്തേക്ക് വേണ്ട സവാള ഓരോന്നോരോന്നായിട്ട് അരിഞ്ഞത് ഇട്ട് വഴറ്റിയെടുക്കാം. ആദ്യം നമ്മൾ ഉലുവ പൊട്ടി വരുമ്പോൾ അതിലേക്ക് സവാള ഇട്ട് നല്ലപോലെ ഇളക്കുക. ഇട്ടതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ചേരുവകളും ഓരോന്നോരോന്ന് ഇട്ടതിന് ശേഷം നല്ലപോലെ വഴറ്റിയെടുക്കുക. വഴറ്റിയെടുക്കുന്നതിനായിട്ട് നമ്മൾ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് 1 സ്പൂൺ ഉപ്പ് ചേർത്തിട്ട് ഇളക്കി കഴിയുമ്പോൾ പെട്ടെന്ന് അത് വഴറ്റിയെടുക്കാൻ പെട്ടെന്ന് സ്പീഡിൽ ഉപകാരപ്പെടുന്നൊരു കാര്യമാണത്. അങ്ങനെ ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി കുറച്ച് നേരം ഇളക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇളക്കുക. ഇളക്കിയതിന് ശേഷം അതിലേക്ക് പിന്നീടാണ് തക്കാളി ചേർക്കേണ്ടതുള്ളൂ. ആദ്യം തന്നെ തക്കാളി ചേർത്ത് ഇളക്കരുത്. അത് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കുറച്ചൊരു 3 മിനിറ്റ് ഇളക്കിയതിന് ശേഷം അതിനകത്തേക്ക് വേണ്ട പൊടികൾ ചേർക്കാം. അതിനായിട്ട് ഞാൻ അധികം എരിവില്ലാത്ത കാശ്മീരി ചില്ലി പൗഡറാണ്. 2.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും പൊടികളാണ് ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് ഇളക്കുന്നത്. നല്ലപോലെ ഒന്ന് പച്ചമണം മാറി കിട്ടുന്നിടം വരെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം പുളി വെള്ളത്തിലിട്ട് വെച്ചേക്കണം. എന്നിട്ട് നല്ലപോലെ ഞെവിടി പിഴിഞ്ഞ് അതിനകത്തേക്ക് ഒരു സ്വല്പം പുളിവെള്ളം ആദ്യം ചേർത്ത് ഒരു കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് ഒന്ന് ചൂടാക്കുക. അല്ലെങ്കിൽ അടിയിലോട്ട് പിടിക്കാൻ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അടിയിലൊന്നും പിടിക്കാതെ നല്ലപോലെ ഒരു കുഴമ്പ് പരുവത്തിലാക്കി കുറച്ച് പുളിവെള്ളം ചേർത്തൊന്ന് നല്ലപോലെ ഇളക്കിയെടുക്കുക. അതൊരു കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ഈ പുളിയിലുള്ള കംപ്ലീറ്റ് പുളിവെള്ളവും പിഴിഞ്ഞ് അതിനകത്തെ പുളി വെള്ളം മാറ്റിയെടുത്തതിന് ശേഷം കുറച്ചൊന്ന് വെന്തൊരു പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ബാക്കിയുള്ള വെള്ളവും കൂടെ, അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ആ പുളിയുടെ വെള്ളം മൊത്തം പിഴിഞ്ഞത് എടുത്ത് അതിനകത്തോട്ട് ചേർക്കുക. ചേർത്തതിന് ശേഷം ഒന്നും കൂടെ കുഴമ്പ് പരുവത്തിലാക്കിയതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് തിളയ്ക്കാൻ വെക്കാം. ഒരുപാട് വെള്ളം വെച്ച് കഴിഞ്ഞാൽ കറി ടേസ്റ്റ് കുറയും. അതിന് ശേഷം നല്ലൊരു ചെറിയ തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഒന്ന് തിളച്ചതിന് ശേഷം പിന്നെ അതിനകത്തോട്ട് കുറച്ച് 1 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ച പൊടിയും കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി തിളയാവുന്ന സമയത്ത് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന മത്സ്യത്തിനകത്ത്, ഏത് മീനായാലും മത്തിക്കറി ആണെങ്കിലും ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ അങ്ങോട്ട് ഇട്ട് ഇളക്കിയതിന് ശേഷം നല്ലപോലെ ഒന്ന് അടച്ചു വെച്ച് അതിനെ എല്ലാം ഇമ്മേഴ്സ് ചെയ്താണെങ്കിൽ മുങ്ങിയിരിക്കുന്ന രീതിയിൽ തവി വെച്ചൊന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം ഇനി ഉപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഉപ്പ് പാകത്തിനാണോ എന്നൊന്ന് നോക്കിയതിന് ശേഷം നമുക്ക് പാകത്തിന് ഉപ്പ് കുറച്ചും കൂടെ ഇനി വേണമെങ്കിൽ ഒന്നും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അതിനെ അടച്ച് ഭദ്രമായിട്ടൊന്ന് സിമ്മിലിട്ടിട്ട് അധികം തീ കൂട്ടി വെക്കാതെ വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള കറി റെഡിയാവും. നല്ല ടേസ്റ്റാണ്. ഇതേപോലെ മത്തി വെച്ച് കഴിഞ്ഞാലും നല്ല അടിപൊളി ടേസ്റ്റാണ്, പറയാതിരിക്കാൻ പറ്റില്ല. മത്തി ആയാലും പിന്നെ അതിൻ്റെ പുറത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ തൂവി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ തൂവി ഒന്ന് അടച്ച് വെച്ചതിന് ശേഷമാണ് ഉപയോഗിക്കാൻ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ബാക്കി എടുത്ത 1 കിലോ അയിലയിൽ ഞാൻ ഒരു 5-6 അയില മീൻ എടുത്ത് പൊരിക്കാൻ മസാല തേക്കുകയാണ്. അതിനകത്ത് കുറച്ച് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് പുരട്ടിയെടുത്ത് ഒരു 2 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം അത് വാരി എടുത്ത് പൊരിക്കാനും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഒരു അയിലക്കറിയും അയില പൊരിച്ചതും കൂട്ടി ചോറിന് ഒരു ഉപ്പേരിയോ എന്തെങ്കിലും കൂടെയൊക്കെ ആക്കി നമുക്ക് അടിപൊളി ടേസ്റ്റിൽ ചോറിനാം. ഇതുപോലെ എളുപ്പത്തിൽ മീൻകറി വെക്കാൻ പറ്റും. അറിയാത്തവർക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അറിയുന്നവർ ക്ഷമിക്കുക. വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റാണ്. വെറുതെ മുളക് കുത്തി കലക്കി വെക്കുന്നതിനേക്കാളും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് അയിലക്കറി വെക്കാൻ പറ്റും. ഇതുപോലെ ഇനി അയില പൊരിക്കുന്നതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് അല്ലെങ്കിൽ കുറച്ച് കുരുമുളകും കൂടി ആഡ് ചെയ്തിട്ട് പൊരിക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ്. ഇത് ഫ്രഷ് മീനാണ്, വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ്. അതിലും ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല, നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്യുക. ബൈ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.